ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ദാ ഇന്നൊരു മുട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അതിൻ്റെ പുറം ഭാഗം കുറച്ച് ക്രിസ്പിയാണ്, എങ്കിലും ഉൾഭാഗം സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 3 കപ്പ് പച്ചരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ക്യാരറ്റ്, വലിയ ഉള്ളി, ചപ്പ്, പുതിന, ഒരു പച്ചമുളക് ഇതൊക്കെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചരി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3 കയ്യിൽ നമ്മൾ ചോറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ വെള്ളപ്പത്തിന് അതുപോലെ ഈ ഓട്ടട ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ മാവ് അരക്കുമല്ലോ, ആ ഒരു രീതിയിൽ നല്ലോണം തിക്കിലായിട്ട് അരച്ചെടുക്കണേ. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് 2 കോഴിമുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതിലേക്ക് ഒരു കോഴിമുട്ട, ഇനി ബാക്കിയുള്ള അരി അരക്കുമ്പോൾ അതിലേക്ക് ഓരോന്ന് ചേർക്കുക. ഒരു 3 കപ്പ് പച്ചരിയിലോട്ട് ഞാൻ 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ അപ്പോഴേക്കും ഇതാ 1 സ്പൂൺ അപ്പസോഡയും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്, പാകത്തിന് ഉപ്പും. ഇതെല്ലാം കൂടി ഈ ഒരു കുറഞ്ഞ വെള്ളത്തിൽ, കൂടുതൽ വെള്ളം ഏറിപ്പോകരുത്. അതാ അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. ബാക്കി അരിയും ഇതൊക്കെ അരച്ച് ഇതാ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ പൊറോട്ട, പത്തിരി അതിൻ്റെയൊക്കെ കൂടെ ഇതും കൂടി പൊരിച്ച് വെച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും കേട്ടോ. ഇനി ഇത് അതിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ്, പച്ചമുളക്, ചപ്പ്, പുതിന, വലിയ ഉള്ളി ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ മാവ് അരച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ വെള്ളപ്പൊക്കെ ചുടുന്ന പോലെ പിറ്റേന്ന് അങ്ങനെ അല്ലെങ്കിൽ രാവിലെ അരച്ച് വെച്ച് വൈകിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഓൺ ദി സ്പോട്ടിലായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. പച്ചരി ഒന്ന് സോക്ക് ചെയ്യണ ആ ഒരു ടൈം മതി. ബാക്കിയൊക്കെ ഇത് നമ്മൾ അരക്കലും അപ്പം തന്നെ വെജിറ്റബിളൊക്കെ ആഡ് ചെയ്യലും പൊരിച്ചെടുക്കലും കൂടി ചെയ്യണേ. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പാൻ വെച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നല്ലോണം ചൂടാവണേ. പിന്നെ ഇതിൽ ഓയിൽ ചൂടായോ നോക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോരോ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഒഴിച്ചെടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഓയിലൊക്കെ നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് നെയ്യപ്പത്തിനൊക്കെ പൊരിക്കുമല്ലോ, നെയ്യപ്പമൊക്കെ പൊരിക്കുമല്ലോ, അതുപോലെ നമ്മൾ ഒരു കയ്യിലെടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നെയ്യപ്പത്തിൻ്റെ അതേപോലെ തന്നെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വരെ. എന്നിട്ട് ഇത് ഒഴിക്കുമ്പോൾ നമ്മൾ ഈ മാവ് ഇതിൽ ഒഴിക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണേ. പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ തീ. അപ്പോൾ നല്ല അടിപൊളി മുട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഈ വെജിറ്റബിളും ഈ മാവിലോട്ടുള്ള ഇതൊക്കെ കൂടി ആഡ് ചെയ്തതുകൊണ്ട് നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ പിന്നെ എന്താ പറയുക, ചിക്കൻ കറി, ചിക്കൻ ഗ്രേവി, ചിക്കൻ കുറുമ, മുട്ട റോസ്റ്റൊക്കെ നല്ല രസമുണ്ടാവും കേട്ടോ. നമ്മളിവിടെ ഒരു നല്ലൊരു ആവി പറക്കുന്ന ഒരു ബീഫ് റോസ്റ്റ് ആട്ടോ ഒന്ന് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത്. കിടിലൻ ടേസ്റ്റാട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ബാക്കി മാവൊക്കെ പൊരിച്ചെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ മോൻക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനിങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്, എന്നിട്ട് സൂപ്പർ ടേസ്റ്റാന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറയണത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.